ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുരുമുളക് കൃഷി 100% വിജയമാകണമെന്നുണ്ടെങ്കിൽ വെറും 4 ടിപ്സ് മാത്രം അറിഞ്ഞാൽ മതി. ഇത് മാത്രം അറിഞ്ഞ് നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% വിളവ് ഉറപ്പാണ്. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരണം. കുരുമുളകിൽ നിറച്ച് തിരികളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഉണ്ടാകുന്ന തിരികളിലൊന്നും തന്നെ മണികൾ ശരിക്ക് പിടിക്കുന്നില്ല എന്നാണ് മിക്കവരുടെയും പരാതി. അത് പരിഹരിക്കാനായി നമുക്ക് ഈ ഒരു കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി. കുരുമുളക് ചെടിയിൽ ഉണ്ടാകുന്ന തിരികളിലൊക്കെ തന്നെ നിറച്ച് മണികൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൽ പരാഗണം നടക്കണം. പരാഗണം നടന്നാൽ മാത്രമേ ഉണ്ടാകുന്ന തിരികളിൽ മൊത്തം മണികൾ ഉണ്ടായി കിട്ടുകയുള്ളൂ. ഇങ്ങനെ പരാഗണം നടക്കണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ തിരികളിലൊക്കെ തന്നെ വെള്ളം വീഴത്തക്ക രീതിയിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട്. ചെടികളിൽ വെള്ളം വീഴുമ്പോൾ മാത്രമാണ് അതിൽ പരാഗണം നടന്ന് ഉണ്ടാകുന്ന തിരികളിലൊക്കെ തന്നെ മണികൾ ഉണ്ടായി വരികയുള്ളൂ. ചെടികൾ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തിരികളിൽ വെള്ളം വീഴത്തക്ക രീതിയിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വേഗത്തിൽ പരാഗണം നടന്ന് നമുക്ക് ഉണ്ടാകുന്ന തിരികളിലൊക്കെ തന്നെ മണിയായി കിട്ടും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥകളിൽ ചെടികളുടെ മൂട് അഴി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മൂട് ചീയൽ രോഗം മാറാനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ ഒരു അല്പം എടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലോട്ട് കലക്കിയിട്ട് ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികളിൽ മൂട് ചീയൽ രോഗത്തെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ നമുക്കിങ്ങനെ ബ്ലീച്ചിങ് പൗഡർ കലക്കി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടികൾ നല്ല കരുത്തോടു കൂടി വളരുവാനും ആവശ്യമായിട്ടുള്ള ഒന്നാണ് സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികളുടെ ചുവട്ടിലും ഇലകളിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൊടി രൂപത്തിലുള്ള സ്യൂഡോമോണസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 20 ഗ്രാം അളന്നെടുക്കുന്നതെന്ന് പറയുന്നത് ഒരു തീപ്പെട്ടി കുടിൽ കൊള്ളാവുന്ന അത്രയും നമുക്ക് അളന്നെടുക്കാം. അതിനുശേഷം 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ നമുക്കിതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി കലക്കിയതിന് ശേഷം നമുക്ക് ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുട്ടികളും മുതിർന്നവരും ഇത് കൈകാര്യം ചെയ്യുമ്പോൾ മാസ്കും ഗ്ലൗസും ഒക്കെ ധരിക്കേണ്ടതാണ് ഒരു സേഫ്റ്റിക്കായിട്ട്. സ്യൂഡോമോണസ് ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സ്യൂഡോമോണസ് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞ് വേണം മറ്റ് വളപ്രയോഗങ്ങൾ ചെയ്യാനായിട്ട്. കുരുമുളക് ചെടിയിൽ തിരികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന തിരികളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകുന്നു. ചെടികളുടെ ഇലകളൊക്കെ തന്നെ മഞ്ഞളിച്ച് കാണുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മണ്ണിൽ ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ചേർത്ത് കൊടുക്കണം. നമ്മൾ നടുമ്പോൾ തന്നെ ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാര്യം. അതുകൊണ്ട് നമുക്കൊരു വലിയ സ്പൂൺ ഡോളമൈറ്റ് എടുത്തതിന് ശേഷം അതിനെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് നന്നായിട്ട് തന്നെ ചെടികളിൽ കായ്ച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ ഒത്തിരി നാൾ നിൽക്കുന്ന ചെടിയായതുകൊണ്ട് നമ്മളൊരു 6 മാസം കൂടുമ്പോൾ ഇത് ചെയ്തു കൊടുക്കണം. കൂടാതെ നമ്മൾ കുരുമുളക് ചെടി നടുമ്പോൾ മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കണം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ 4 ടിപ്സുകൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് കുരുമുളക് ചെടി വളരെ ഈസി ആയിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു കുരുമുളക് ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.